ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള സയൻസിലെ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദി ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ ഇതിനകത്ത് ഏതാണുള്ളതാണ്? വേഗം നോക്കിയിട്ട് പറഞ്ഞേ, ഏതാ ഇക്വേഷൻ വരുന്നത്? √2 GR അല്ലേ? √2 GR ആണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? VE എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക അല്ലെ? എസ്കേപ്പ് വെലോസിറ്റി. എന്താ എസ്കേപ്പ് വെലോസിറ്റി? അതായത് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്ത് പോകാൻ ആവശ്യമായിട്ടുള്ള വെലോസിറ്റിനെയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയാം അല്ലെ? അതിന്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക, √2 GR. അപ്പൊ ഇക്വേഷൻ കാണുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? എസ്കേപ്പ് വെലോസിറ്റി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, മാസിനെ ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ? കാരണം ഇതിനകത്ത് മാസ് എന്ന് പറഞ്ഞിട്ടുള്ള M വെച്ചിട്ടുള്ള ആരും നമ്മുടെ ഇക്വേഷനകത്ത് ഇല്ല. അപ്പൊ അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. ഇനി അടുത്ത ഇക്വേഷൻ നമുക്ക് നോക്കാം, √GR. ഈ √GR എന്തിന്റെ ഇക്വേഷൻ ആയിരുന്നു? ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് √GR കേട്ടോ. ശ്രദ്ധിക്കണം, എസ്കേപ്പ് വെലോസിറ്റി ആണെങ്കിൽ √2GR-ഉം ഓർബിറ്റൽ വെലോസിറ്റി ആണെങ്കിൽ √GR. ഓക്കെ, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പേര് പറയുന്ന പോലെ തന്നെ ഓർബിറ്റലിൽ റിവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെലോസിറ്റിനെയാണ് നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാലോ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു √2 എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലെ? അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 ഓർബിറ്റൽ വെലോസിറ്റി അല്ലെ? ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഒപ്പം ഒരു √2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു ഇക്വേഷനും കൂടെ പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്ത നോക്കിക്കോളൂ, 2π√L/g. 2π√L/g എന്ന് പറയുന്നത് എന്തിന്റെ ഇക്വേഷനാ? ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ആണ് 2π√L/g എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലെങ്ത് ഓഫ് ദി പെൻഡുലത്തിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ? ഇത് കോൺസ്റ്റന്റ് ആണ്, ഇതും കോൺസ്റ്റന്റ് ആണ്. അപ്പം ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ലെങ്ത് ഓഫ് ദി പെൻഡുലം. അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫോർമുലയാണ് ½ mv². എന്തിന്റെ ആയിരുന്നു? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് ½ mv². അപ്പൊ ഇത്രയൊക്കെയാണല്ലോ. നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി പഠിച്ചു, ഓർബിറ്റൽ വെലോസിറ്റി പഠിച്ചു, എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഒക്കെ പഠിച്ചു കേട്ടോ. അപ്പൊ സെറ്റ് ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. അടുത്ത ചോദ്യം നോക്കാം, കെമിസ്ട്രിയിൽ ഒരു ചോദ്യമാണ് കേട്ടോ. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ 8 gram ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്. ഓക്കെ, അപ്പൊ ഇതേപോലുള്ള ന്യൂമറിക്കൽസ് കാണുമ്പോൾ വിടാൻ ടെൻഡൻസി ഉള്ള പലരും ഉണ്ടാവും. പക്ഷെ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മിക്കവരും വിടുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിക്കുക, കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കേട്ടോ. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗഡ്രോ നമ്പർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഒന്നുകൂടെ പറഞ്ഞ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗഡ്രോ നമ്പർ. ഇനി നമ്പർ ഓഫ് മോൾസ് എത്രയാണ് നമുക്ക് അറിയാമോ? ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞിട്ട്? ഇല്ല അല്ലെ? അപ്പൊ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? അതിന്റെ ഇക്വേഷൻ ആണ് മാസ് ഇൻ ഗ്രാം. ശ്രദ്ധിക്കുക, മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ്. ഒന്നല്ലെങ്കിൽ ഗ്രാം മോളിക്കുലർ മാസ് അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ്. ഈ കേസിലാണെങ്കിൽ മോളിക്യൂൾ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാം മോളിക്കുലർ മാസ് ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അത് ഡിപ്പെൻസ് അപ്പോൺ ദി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു കേസിൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം മോളിക്കുലർ മാസ്. ഓക്കെ ആണല്ലോ? ഇത്രയൊക്കെ ആണല്ലോ. ഇനി മാസ് ഇൻ ഗ്രാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടോ? മാസ് ഗ്രാമിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? 8 gram എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ 8 എന്ന് പറഞ്ഞ് എഴുതി. മാസ് ഇൻ ഗ്രാം എന്ന് പറയുന്നത് 8 ആണ്. ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ അല്ലെ? ഇനി ഗ്രാം മോളിക്കുലർ മാസ് എന്തിന്റെ കണ്ടുപിടിക്കണ്ടേ? ഓക്സിജൻ മോളിക്യൂളിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്സിജന്റെ അറ്റോമിക് മാസ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലെ? പക്ഷെ നമുക്കറിയാം ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാ? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഓക്കെ, അപ്പം അറ്റോമിക് നമ്പർ ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജന്റെ അറ്റോമിക് മാസ് കിട്ടി. അപ്പൊ എത്രയായി? 8 × 2 16 ആണ് ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഓക്സിജന്റെ അറ്റോമിക് നമ്പർ ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്സിജന്റെ അറ്റോമിക് മാസ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്സിജന്റെ അറ്റോമിക് മാസ് കണ്ടുപിടിച്ചു കേട്ടോ. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? മോളിക്കുലർ മാസാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അറ്റോമിക് മാസാണ്. അപ്പൊ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ ആറ്റം കൂടുമ്പോഴാണ് മോളിക്യൂൾ ആയിട്ട് വരുന്നത് അല്ലെ? ഈ കേസിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 2 കൂടെ ചെയ്യണം. കാരണം ഇത് ഒരു ആറ്റത്തിന്റെ ആണ്. അങ്ങനെ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട് അല്ലെ? അപ്പൊ ഞാൻ ഇൻറ്റു 2 ചെയ്തു കേട്ടോ. അപ്പൊ എന്ത് കിട്ടി എനിക്ക്?
അപ്പോൾ ഇവിടെ ഞാൻ ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ എനിക്ക് 1/4 എന്ന് പറഞ്ഞ് കിട്ടി അല്ലേ. 1/4 എന്ന് പറയുന്നതാണ് എന്ത്, എൻ്റെ നമ്പർ ഓഫ് മോൾസ്. കിട്ടുന്നുണ്ടോ? അപ്പം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അറ്റോമിക് നമ്പർ ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ അറ്റോമിക് മാസ് കിട്ടും നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷെ എല്ലാ കേസിലും ഇതുപോലെ ആവണം എന്നില്ല കേട്ടോ. മിക്ക കേസുകളിലും നമ്മൾ അറ്റോമിക് നമ്പർ ഇൻറ്റു 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറ്റോമിക് മാസ് കിട്ടും. പക്ഷെ അവിടെയും എക്സെപ്ഷൻസ് ഉണ്ട്. കിട്ടിയല്ലോ. അപ്പം നമ്മളിവിടെ 1/4 എന്നുള്ളത് നമുക്ക് കിട്ടി. നമ്മുടെ നമ്പർ ഓഫ് മോൾസ് ആണ് 1/4. ഇനി എന്ത് ചെയ്യണം? എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്പർ ഓഫ് മോൾസ് 1/4 ഇൻറ്റു അവഗഡ്രോ നമ്പർ. അവഗഡ്രോ നമ്പർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. 6.022 ഇൻറ്റു 10⁻23. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6.022 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞ് കിട്ടി അല്ലേ. അപ്പോൾ 6 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 പോയിന്റ് സംതിങ് കിട്ടും അല്ലേ. പിന്നെ 10⁻23 ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞാൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? 1.51 ഇൻറ്റു 10⁻23. അപ്പോൾ ഇതേപോലത്തെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. അടുത്ത ചോദ്യം നോക്കുക. ഐഡന്റിഫൈ ദി കറക്റ്റ് ഓർഡർ ഓഫ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഓഫ് ഹാലോജൻസ്. ഹാലജൻസിന്റെ ഇലക്ട്രോ പോസിറ്റിവിറ്റിയുടെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹാലജൻസിനകത്ത് ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളത് ഏതാ? നമുക്കറിയാം, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ അല്ലേ. ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എൻ്റെ ഓർഡർ എങ്ങനെയാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ആണ്. അപ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ അയോഡിൻ ആയിരിക്കും, പിന്നെ ഉണ്ടാവുന്ന ബ്രോമിൻ ആയിരിക്കും, പിന്നെ ക്ലോറിൻ, പിന്നെ ഫ്ലൂറിൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ആണ് കേട്ടോ. അയോഡിൻ ആണ്, പിന്നെ ബ്രോമിൻ, പിന്നെ ക്ലോറിൻ, പിന്നെ ഫ്ലൂറിൻ. അപ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവ് അല്ലേ. അതിനാണ് നമ്മൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ? ഇതിനകത്ത് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫിസിക്സിലൊരു ചോദ്യമാണ് കേട്ടോ. ആൻസർ സ്റ്റെറേഡിയൻ അല്ലേ. സ്റ്റെറേഡിയൻ എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് റേഡിയൻ. എന്നെയാണ് നമ്മൾ സ്റ്റെറേഡിയൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്റ്റെറേഡിയൻ ആണ് കേട്ടോ. ഏതാണ്? സ്റ്റെറേഡിയൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൊളോയിഡ്സ് ഹാവ് പാർട്ടിക്കിൾ സൈസ് റേഞ്ച് ബിറ്റ്വീൻ. കൊളോയിഡ്സിന്റെ പാർട്ടിക്കിൾ സൈസിന്റെ റേഞ്ച് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. 10⁻⁻6 to 10⁻⁻9 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രൂ സൊല്യൂഷനും അതുപോലെ തന്നെ സസ്പെൻഷനും ഇടയിലുള്ള പാർട്ടിക്കിൾസ് ആണ് കൊളോയിഡ്സ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ പാർട്ടിക്കിൾ സൈസ് ആണ് 10⁻⁻6 to 10⁻⁻9 മീറ്റർ. അടുത്ത ചോദ്യം നോക്കാം. ക്ലൗഡ് ഓർ ഫോഗ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് കൊളോയിഡൽ സിസ്റ്റം ഓഫ് ഡാഷ്. ഇതിനകത്ത് ഏതാണ്? ഫോഗ് എന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ആൻസർ ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസ് ആണ്. ഏതാണ്? ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസ്. ഇത് പഠിച്ചു വെച്ചേക്കണം. നമുക്ക് പഠിക്കാനുള്ള ഒരു ടേബിൾ ഉണ്ട്. അതിനകത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്, ഡിസ്പേർഷൻ മീഡിയം ഉണ്ട്. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ അതായിരിക്കും കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ളത്. അതിലായിരിക്കും നമ്മുടെ ഡിസ്പേഴ്സ് ഫേസ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ക്ലൗഡ് അല്ലെങ്കിൽ ഫോഗ് എന്ന് പറഞ്ഞാൽ ഈ കേസ് അല്ലേ, ക്ലൗഡ് ഫോഗ്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് കൊളോയിഡ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ എയറോസോൾ ആണ്. ഏതാണ്? എയറോസോൾ. ഇനി ഇതിനകത്ത് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് കൂടുതലുള്ളത് ഗ്യാസ് ആണ്. അതിലാണ് ഡിസ്പേഴ്സ് ഫേസ് ആയിട്ടുള്ള ലിക്വിഡ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഗ്യാസ് ആണ് കൂടുതൽ, അതുകൊണ്ടാണ് ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഗ്യാസ്, അല്ലാണ്ട് ഗ്യാസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ് അല്ല കേട്ടോ. ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാവരും പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഓരോ കേസുകൾ എടുത്ത് പഠിക്കുക. അതേപോലെ തന്നെ എയറോസോൾ ആണോ എമൽഷൻ ആണോ ടൈപ്പ് ഓഫ് കൊളോയിഡും കൂടെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. വെൻ ഡു വി ഗെറ്റ് മാക്സിമം റേഞ്ച് ഇൻ സിമ്പിൾ പ്രൊജക്ടൈൽ മോഷൻ? ഓക്കെ, അപ്പോൾ ഒരു പ്രൊജക്ടൈൽ മോഷനകത്ത് മാക്സിമം റേഞ്ച് അല്ലെങ്കിൽ മാക്സിമം ദൂരം ട്രാവൽ ചെയ്യുന്നത് ഏത് ആംഗിളിൽ എറിയുന്നതായിരിക്കും? ഏത് ആംഗിൾ നമ്മൾ എറിയുമ്പോഴായിരിക്കും? നമ്മൾ പറയില്ലേ ഷോർട്ട് പുട്ടിലൊക്കെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആംഗിൾ നോക്കി എറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ദൂരം സഞ്ചരിക്കും അല്ലേ. ആംഗിൾ എത്രയാ? ആംഗിൾ 45 ആണ്. തീറ്റ = 45 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചേക്ക്, ഈ മാക്സിമം റേഞ്ചിനകത്തുള്ള ഇക്വേഷൻ ഫുള്ള് ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. sin 2θ ആണ് അവിടെ വരുന്ന കമ്പോണന്റ് കേട്ടോ. sin 2θ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ sin 2 × θ എന്ന് പറഞ്ഞാൽ 45, അതായത് 2 × 45 എന്ന് പറഞ്ഞാൽ സൈൻ എത്ര കിട്ടും? 90 ഡിഗ്രി കിട്ടും. sin 90 അല്ലേ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുക, 1 കിട്ടുക അല്ലേ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, മാക്സിമം റേഞ്ച് വരുന്നത് തീറ്റയുടെ വാല്യൂ 45 ഡിഗ്രി ആകുമ്പോഴാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഷോർട്ട് പുട്ടിൽ മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എറിയുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ടെമ്പററി ഹാർഡ്നെസ് ഇൻ വാട്ടർ ഇസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഡാഷ്. ഏതാ? ആൻസർ ടെമ്പററി ആണ് കേട്ടോ. ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം അതുപോലെ തന്നെ ബൈകാർബണേറ്റ്സ് ഓഫ് മെഗ്നീഷ്യം ആണ് അല്ലെ. കാൽഷ്യത്തിനും മെഗ്നീഷ്യത്തിനും ബൈകാർബണേറ്റ്സ് കാരണമാണ് ടെമ്പററി ഹാർഡ്നെസ് ഇൻ വാട്ടർ. അപ്പൊ എങ്ങനെ നമ്മൾ ഈ ടെമ്പററി ഹാർഡ്നെസ് മാറ്റുന്നത്? ഹീറ്റ് ചെയ്യുമ്പോഴാണ് ടെമ്പററി ഹാർഡ്നെസ് മാറ്റുക അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? ഓപ്ഷൻ 1 and 3 ആണ്. ഓക്കെ, 1 and 3. എട്ടാമത്തെ ചോദ്യം നോക്കാം. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബോത്ത് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് ആർ യൂസ്ഡ് ആസ് ഡ്രൈ ലൂബ്രിക്കൻസ്.
രണ്ടും നമ്മൾ ഡ്രൈ ലൂബ്രിക്കൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ. ഡയമണ്ട് നമ്മൾ ഡ്രൈ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യാറില്ല, ഗ്രാഫൈറ്റ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഈ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. അടുത്ത് നോക്കാം. ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് ഹാവ് 2 ഡയമെൻഷണൽ നെറ്റ്വർക്ക്. ആണോ? ഗ്രാഫൈറ്റ് 2 ഡയമെൻഷൻ ആണ് അല്ലെ. ഡയമണ്ട് ഏതാ? 3D ആണ്. ഓക്കെ, ഡയമണ്ട് 3D. അപ്പൊ ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷനും തെറ്റാണ്. നെക്സ്റ്റ് വൺ, ഡയമണ്ട് ഇസ് കൊവാലന്റ് ആൻഡ് ഗ്രാഫൈറ്റ് ഇസ് അയോണിക്. അങ്ങനെയാണോ? അല്ല, രണ്ടും കാർബണിന്റെ ഫോംസ് ആണ് അല്ലെ. അപ്പൊ രണ്ടും കോവാലന്റ് തന്നെയാണ് കേട്ടോ, രണ്ടും കോവാലന്റ് ആണ്. അപ്പൊ ഇതും തെറ്റാണ്. നെക്സ്റ്റ് ഇസ് ഡയമണ്ട് ഇസ് sp3 ഹൈബ്രിഡൈസ്ഡ് ആൻഡ് ഗ്രാഫൈറ്റ് ഇസ് sp2 ഹൈബ്രിഡൈസ്ഡ്. കറക്റ്റ് ആണോ? അത് കറക്റ്റ് ആണ് കേട്ടോ, ഡയമണ്ട് sp3 ഹൈബ്രിഡൈസ്ഡ്. ഇനി sp3 ഹൈബ്രിഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ മിക്സിംഗ് ഓഫ് ഓർബിറ്റൽസ് ആണ് വരുന്നത് അല്ലെ. ഏതൊക്കെ ഓർബിറ്റൽസാ? ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും തമ്മിലുള്ള മിക്സിംഗ് കൊണ്ട് ഉണ്ടാവുന്നതാണ് sp3 ഹൈബ്രിഡൈസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ sp2 എന്ന് പറഞ്ഞാൽ ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റലും തമ്മിലുള്ള മിക്സിംഗ് കൊണ്ട് ഉണ്ടാവുന്നതാണ് sp2 ഹൈബ്രിഡൈസ്ഡ്. ഓക്കെ, നമ്മുടെ വാനില ഐസ്ക്രീമും സ്ട്രോബെറി ഐസ്ക്രീം ഒക്കെ മിക്സ് ചെയ്യുന്ന പോലെ എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പം ഇതിനകത്ത് ഓപ്ഷൻ ഡി മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. കിട്ടിയല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ ജനറലി കൺസിസ്റ്റ് ഓഫ് എ കാഥോഡ് ആൻഡ് എൻ ആനോഡ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു കാഥോഡ്? ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ ഓക്സിഡേഷൻ ഒക്കേഴ്സ് അറ്റ് കാഥോഡ്. കാഥോഡിൽ ഓക്സിഡേഷൻ ആണോ നടക്കുന്നത്? അല്ല, തെറ്റാണ് അല്ലെ. റിഡക്ഷൻ ആണ് നടക്കുന്നത്. റെഡ് കാറ്റ് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി കേട്ടോ, റെഡ് കാറ്റ്. അപ്പൊ റിഡക്ഷൻ കാഥോഡിൽ. ഇനി ഇലക്ട്രോൺസ് മൂവ് ഇൻ ടു കാഥോഡ്, അത് ശരിയാണ് കേട്ടോ. ഇലക്ട്രോൺസ് മൂവ് ഇൻ ടു കാഥോഡ്, അത് കറക്റ്റ് ആണ്. യൂഷ്വലി ഡിനോട്ടഡ് ബൈ നെഗറ്റീവ് സൈൻ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? എപ്പോഴും കാഥോഡ് നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. കാരണം ഗാൽവനിക് സെല്ലിനകത്ത് കാഥോഡ് പോസിറ്റീവ് ആണ്, അതേസമയം ഇലക്ട്രോളിറ്റിക് സെല്ലിനകത്ത് കാഥോഡ് നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പി കൊടുത്തുള്ളതും തെറ്റാണ് കേട്ടോ. യൂഷ്വലി ഡിനോട്ടഡ് ബൈ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നതും തെറ്റാണ്. ഈ അടുത്ത ഓപ്ഷൻ നോക്കിയേ, ഇസ് യൂഷ്വലി മേഡപ്പ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണോ? അല്ല, കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ് അല്ലെ. കാരണം ഇലക്ട്രിസിറ്റി ഒക്കെ പാസ് ചെയ്യേണ്ട. അപ്പൊ എന്തായാലും ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ അല്ല, കണ്ടക്ടിങ് ആണ്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ഏതാ? ഓൺലി ബി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഡസ് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് റെപ്രസെന്റ്? ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് കൊടുത്തിട്ട് അതിന്റെ സ്ലോപ്പ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വേഗം നോക്കിയിട്ട് പറഞ്ഞേ എന്താ ആൻസർ വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ y ആക്സിസ്, ഇത് നമ്മുടെ x ആക്സിസ് അല്ലെ. ആൻസർ വരുന്നത് വെലോസിറ്റി ആണ് കേട്ടോ, വെലോസിറ്റി ആണ്. അപ്പൊ എങ്ങനെ കിട്ടിയെന്നുള്ളത് പറയാം കേട്ടോ. അപ്പൊ ഞാനിവിടെ യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് സ്ലോപ്പ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്ലോപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് m വെച്ചിട്ടാണ്. സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? y/x ആണെന്ന് വിചാരിക്കുക. ഓക്കെ, y/x. അപ്പൊ ഇതേപോലെ ഒരു ഗ്രാഫ് കൊടുത്തിട്ട് ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വരയ്ക്കും കേട്ടോ. y/x ഇങ്ങനെ ജസ്റ്റ് ജോയിൻ ചെയ്യാം. ഇതിന്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഏതാ? ഇതിന് പാരലൽ ആയിട്ട് വരുന്നത് ഇവിടെ ഏതാ? ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. ഇത് ഡിസ്പ്ലേസ്മെന്റ്, പൊസിഷൻ ടൈം അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ പൊസിഷൻ ആയിട്ട് ഡിസ്പ്ലേസ്മെന്റും ഇവിടെ നമ്മൾ ടൈമും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ y എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് പാരലൽ ആയതുകൊണ്ട് തന്നെ ഇതേതാ? ഇത് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വരും. ഡിസ്പ്ലേസ്മെന്റ് ബൈ x എന്ന് പറയുന്നത് x ആക്സിസിന് പാരലൽ ആയിട്ട് വന്നിട്ടുള്ളത് ഏതാ? ടൈം ആണ് അല്ലെ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയിരിക്കും നമ്മുടെ സ്ലോപ്പ് ആയിട്ട് വരിക. എപ്പോഴും y/x ആണെന്ന് ആലോചിക്കുക, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ആണ് അല്ലെ. അങ്ങനെയാണ് നമുക്ക് ആൻസർ വെലോസിറ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പൊ എന്തിന്റെങ്കിലും ഇതേപോലെ സ്ലോപ്പ് ചോദിക്കുകയാണെങ്കിൽ y/x ചെയ്യുക, എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈൻ ആണ്? എത്ര ഡൈനാ? 10⁵ ഡൈൻ ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈൻ ആണ്. അപ്പൊ ഇത് രണ്ടും ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് അല്ലെ. ന്യൂട്ടൺ എന്ന് പറയുന്നതും ഡൈൻ എന്ന് പറയുന്നതും ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. അപ്പം ന്യൂട്ടൺ എന്ന് പറയുന്നത് നമ്മൾ MK സിസ്റ്റത്തിൽ പറയുന്നതാണ് അല്ലെ. മീറ്റർ കിലോഗ്രാം സെക്കൻഡിനകത്ത് പറയുന്നതാണ് ന്യൂട്ടൺ. അതേസമയം ഡൈൻ എന്ന് പറയുന്നത് CGS സിസ്റ്റത്തിൽ പറയുന്നതാണ് കേട്ടോ. അപ്പൊ രണ്ടും ഫോഴ്സിന്റെ യൂണിറ്റ് ആണെന്ന് ഓർക്കുക അല്ലെ. അല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡൈ ചെയ്യും എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ തെറ്റിക്കരുത്. ഒരെണ്ണം MKSും ഒരെണ്ണം CGS സിസ്റ്റവും. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ആൻ ഒബ്ജക്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ടേക്കൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷന് എന്ത് സംഭവിക്കും? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റിയിൽ ചേഞ്ച് വരണം അല്ലെ. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ടൈം അനുസരിച്ച് വെലോസിറ്റിയിൽ ചേഞ്ച് വരാം. അപ്പൊ ഇനി നോക്കിയിട്ട് പറഞ്ഞ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 0 ആണ് അല്ലെ. ആക്സിലറേഷൻ 0 ആണ്. കാരണം എന്താ? കാരണം ഇവിടെ വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല. ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ടേക്കൺ ആണ്. വെലോസിറ്റിയിൽ മാറ്റം വരുമ്പോഴല്ലേ, സമയം അനുസരിച്ചിട്ട് വെലോസിറ്റിയിൽ മാറ്റം വരുമ്പോൾ മാത്രമേ ആക്സിലറേഷൻ വരുള്ളൂ കേട്ടോ, ത്വരണം വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ 0 ആണ്. ഇനി നെക്സ്റ്റ് ചോദ്യം. When an external force is not applied to a system, the total momentum remains dash. ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും? എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഒരു സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ടോട്ടൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ടോട്ടൽ മൊമെന്റം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ടോട്ടൽ മൊമെന്റം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിൽ എന്താ പറയുന്നത്? m1u1 പ്ലസ്
m2u2 is equal to m1v1 plus m2v2. അതായത് ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. എപ്പോ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇനീഷ്യൽ മൊമെന്റം വിൽ ബി ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. അപ്പൊ ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ, മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ, മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. അപ്പൊ ഇവിടെ മാസ് 1 ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് മാസ് 2 ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു മാസ് 1 ഇൻറ്റു ഫൈനൽ വെലോസിറ്റി പ്ലസ് മാസ് 2 ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. അപ്പൊ ഇതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇൻ എ സർക്കുലർ മോഷൻ ദി ഡിറക്ഷൻ ഓഫ് ഡാഷ് ഇസ് ടാൻജൻഷ്യൽ ടു ദി സർക്കുലർ പാത്ത്. പറഞ്ഞോളൂ ആൻസർ. ആൻസർ വെലോസിറ്റി ആണ് കേട്ടോ. ഒരു സർക്കുലർ മോഷനിൽ ഇപ്പൊ ഞാൻ ഇതേപോലെ ഒരു സർക്കിൾ വരച്ചിട്ട് ഈ സർക്കിളിൽ ഞാനൊരു ടാൻജന്റ് വരയ്ക്കാന്ന് വിചാരിച്ചോട്ടോ. ഒരു ടാൻജന്റ് എന്ന് പറഞ്ഞാൽ സർക്കിളിന് എക്സാക്ട് ആയിട്ട് ഒരു പോയിന്റിൽ മാത്രം മീറ്റ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ ടാൻജന്റ് എന്ന് പറയുന്നത് അല്ലേ. ഇതേപോലെ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഈ ടാൻജന്റ് അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആയിരിക്കും തരുന്നത്. മനസ്സിലായോ? പിന്നെ സർക്കുലർ മോഷൻ ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് ടാൻജൻഷ്യൽ ടു ദി സർക്കുലർ പാത്ത്. അപ്പൊ വെലോസിറ്റി ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഷുഡ് ബി ദി ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് സോ ദാറ്റ് നോ വർക്ക് ഇസ് ഡൺ. അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വർക്ക് ഒന്നും ചെയ്യാൻ പാടില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം വർക്കിന്റെ ഇക്വേഷൻ എന്താ, വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം, എഫ് എസ് കോസ് തീറ്റ എന്ന് എഴുതണം അല്ലെ. അതേസമയം ക്രോസ് ആണെങ്കിൽ എന്താ വരിക, സൈൻ തീറ്റ ആണ് വരിക കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഡോട്ട് ആയതുകൊണ്ട് തന്നെ എഫ് എസ് കോസ് തീറ്റ എന്ന് കൊടുത്തു. ഇത് നമ്മുടെ വർക്ക് ഡണ് 0 ആണ്. അപ്പൊ ഇവിടെ 0 ആവണമെങ്കിൽ കോസ് ഏത് ചെയ്യുമ്പോഴായിരിക്കും, കോസ് ഏത് ആംഗിളിനായിരിക്കും 0 കിട്ടുക ഒന്ന് പറഞ്ഞേ. കോസ് 90 ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ ആൻസർ 0 ആയിട്ട് വരിക അല്ലെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ, 90 ഡിഗ്രി ആണ് കേട്ടോ. അപ്പൊ കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി. അടുത്ത ചോദ്യം, 1 ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു എത്രയാ, ആൻസർ 746 വാട്ട് ആണ് കേട്ടോ. 746 വാട്ട്. ശ്രദ്ധിക്കണം, 764 746 എല്ലാതും ഉണ്ടാവും. അതുപോലെ തന്നെ വാട്ട് ആണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. വോൾട്ട് അല്ല, വാട്ട്, WATT. അപ്പൊ 746 വാട്ട് ആണ് 1 ഹോഴ്സ് പവർ. അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹൂസ് ഡയമെൻഷണൽ ഫോർമുല ഇസ് ml(T⁻⁻1). ഡയമെൻഷണൽ ഫോർമുല ml(T⁻⁻1) വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളത് കണ്ടുപിടിക്കാം. പെട്ടെന്ന് തന്നെ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആൻസർ ഇമ്പൾസ് ആണ്. എങ്ങനെയാ ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. സിമ്പിൾ ആണ്. അപ്പൊ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഓക്കെ, അതായത് ഒരു ചെറിയ സമയത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയാം. ഇനി നമുക്ക് ഇതിന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ഇൻറ്റു ആക്സലറേഷൻ. നമുക്കറിയാലോ F = ma. ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ പറയുന്നതാണ് F = ma. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാസിന്റെ യൂണിറ്റ് എന്താ, kg അല്ലെ. ഇനി ആക്സലറേഷൻ m എഴുതി. ഇനി ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതും എഴുതി. ഇനി എന്ത് ചെയ്യണം, ഇനി ഒരു സമയം കൂടി ഉണ്ട് അല്ലെ. അപ്പൊ ഇൻറ്റു സെക്കൻഡ് എന്നും കൂടെ ഞാൻ എഴുതി കേട്ടോ. ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ യൂണിറ്റ് സെക്കൻഡ് അല്ലേ, അത് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തൊരു സെക്കൻഡും ഇതിനകത്തൊരു സെക്കൻഡും വെട്ടിക്കളയാം. അപ്പൊ എന്ത് കിട്ടി, kg മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതുകയാണ് kg എന്ന് പറയുമ്പോൾ m ആണ് അല്ലെ, മാസ് ആണ്. പിന്നെ L എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ്. അപ്പൊ ഞാൻ L എന്ന് എഴുതി. ഇനി T എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ്, ഇത് താഴെയാ കിടക്കുന്നത് അല്ലെ, മാത്രമല്ല ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ എന്ത് ഇടണം, താഴെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു നെഗറ്റീവ് കൊടുത്തിട്ട് 1 എന്ന് എഴുതണം. അപ്പൊ ml(T⁻⁻1) എന്ന് പറഞ്ഞു കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. എന്നാലും നമുക്ക് ബാക്കിയുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് വേഗം ചെയ്ത് നോക്കാം. ഓക്കെ, പ്രഷർ എന്ന് പറയുമ്പോൾ പ്രഷറിന്റെ ഇക്വേഷൻ പറഞ്ഞു തന്നെ, പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലെ. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. ഇനി ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് എഴുതണം, മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് എന്ന് പറയുമ്പോൾ kg എഴുതി അല്ലെ. ആക്സലറേഷൻ എന്ന് പറഞ്ഞപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതി. ഇനി ഏരിയ, അതിന്റെ അടിയിലാണ് ഏരിയ വരുന്നത് അല്ലെ. അപ്പൊ ഏരിയ താഴെയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ എഴുതി വെക്കാം കേട്ടോ, ഈ താഴെ തന്നെ എഴുതി വെക്കാം. അപ്പൊ ഏരിയ എന്ന് പറയുമ്പോൾ യൂണിറ്റ് എന്താ, മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഞാനിവിടെ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതി. ഇത് നമുക്ക് വെട്ടാലോ, ഇവിടുത്തെ ഒരു മീറ്ററും ഇവിടുത്തെ ഒരു മീറ്ററും പോയി. അപ്പൊ kg ബൈ മീറ്റർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ kg എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് എഴുതണം, m എന്ന് എഴുതണം അല്ലെ. ഇനി മീറ്ററും സെക്കൻഡ് സ്ക്വയറും താഴെയാണ്. അപ്പൊ ഞാൻ നെഗറ്റീവ് എഴുതണം കേട്ടോ, മറക്കരുത്. അപ്പൊ L എന്ന് പറയുമ്പോൾ എന്തെഴുതണം, -1 എന്ന് എഴുതണം. ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ്. അപ്പൊ ഇത് താഴെ ആയതുകൊണ്ട് തന്നെ -2 എന്ന് കൊടുക്കണം. അപ്പൊ ml(-1) T(-2) ആണ് എന്തിന്റെ, പ്രഷറിന്റെ ഡയമെൻഷണൽ ഫോർമുല വരുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി ഇതേപോലെ തന്നെ പവറിന്റെ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ പവറിന്റെ നിങ്ങൾ എല്ലാവരും ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ. സ്ട്രെയിനും കൂടെ ഞാൻ പറഞ്ഞു തരാം. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുമ്പോൾ രണ്ടും സെയിം തന്നെയല്ലേ, രണ്ടും ലെങ്ത് തന്നെയാണ്. അപ്പൊ അതിന് പിന്നെ ഡയമെൻഷൻ ഉണ്ടാവോ? ഇപ്പൊ സപ്പോസ് 2 മീറ്റർ ആണെങ്കിൽ 2 വെട്ടിപ്പോവും അല്ലെ. അപ്പൊ ഡയമെൻഷൻ ഇല്ലാത്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡയമെൻഷൻലെസ് ആണ് കേട്ടോ.
അപ്പോൾ കിട്ടിയല്ലോ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. പവറിന്റെ നിങ്ങൾ ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇൻ ദി മോഡേൺ പീരിയോഡിക് ടേബിൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് അറ്റോമിക് റേഡിയസ് ആർ ട്രൂ? ഓക്കെ, അപ്പം അതിൽ ആദ്യത്തെ ഓപ്ഷൻ ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ടോപ്പിൽ നിന്ന് താഴത്തേക്ക് പോകുന്ന അനുസരിച്ചിട്ട് അറ്റോമിക് റേഡിയസ് കൂടും എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് ശരിയാണോ? കറക്റ്റ് ആണ് അല്ലേ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ലിഥിയത്തിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കുമ്പോണ്ടല്ലോ, അതെ ഇങ്ങനെ ഇത് ന്യൂക്ലിയസ്. അപ്പൊ 3നെ നമ്മൾ എങ്ങനെ എഴുതും? 2,1 എന്ന് എഴുതും അല്ലെ? അപ്പൊ 2 ഇലക്ട്രോൺ ആദ്യത്തെ ഷെല്ലിനകത്ത്, ഇനി രണ്ടാമത്തെ ഷെല്ലിനകത്ത് ഒരു ഇലക്ട്രോണും കൂടെ. ഓക്കെ, അപ്പൊ അതാണ് ലിഥിയം നമ്മൾ കൊടുക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് സോഡിയം നോക്കാം. സോഡിയം നോക്കുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ 11 ആണ്. 11 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഇതേത് ന്യൂക്ലിയസ് ആണെങ്കിൽ ആദ്യത്തെ ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിനകത്ത് എത്ര എണ്ണം വേണം? 8 എണ്ണം. 1 2 3 4 5 6 7 8 8 ഇലക്ട്രോൺ. പിന്നെ മൂന്നാമത്തെ ഒരു ഷെല്ലും കൂടെ വരികയാണ് അല്ലെ? മൂന്നാമത്തെ ഒരു ഷെല്ലിനകത്ത് ഒരു ഇലക്ട്രോണും കൂടെ വരും. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കണ്ടോ അറ്റോമിക് റേഡിയസ് കൂടുകയാണ്. ഇവിടെ 2 ഷെല്ലേ ഉള്ളൂ, ഇവിടെ ആയപ്പോഴേക്കും 3 ഷെല്ലായി. അപ്പൊ എന്ത് പറ്റി? റേഡിയസ് കൂടുകയാണ്, റേഡിയസ് കൂടി വരികയാണ്. അപ്പൊ അറ്റോമിക് റേഡിയസ് കൂടും. ഓക്കെ, അപ്പം അറ്റോമിക് സൈസ് കൂടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ചെറുതാണ്, ഇത് വലുതാണ്. അപ്പൊ അറ്റോമിക് സൈസ് കൂടും, നമ്പർ ഓഫ് ഷെൽസ് കൂടും, അറ്റോമിക് റേഡിയസും കൂടും മുകളിൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ അല്ലെ? അപ്പൊ ജസ്റ്റ് ഞാൻ അതും കൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം, അത് തെറ്റാണ്. ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇനി എന്താ പറഞ്ഞല്ലേ? ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അത് ശരിയാണോ? ഇൻക്രീസ് ചെയ്യോ? ഇല്ല അല്ലെ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യില്ല, സൈസ് കുറയുള്ളൂ അല്ലെ? കാരണം എന്താ? അട്രാക്റ്റീവ് ഫോഴ്സ് ഒക്കെ കാരണം സൈസ് കുറയുള്ളൂ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് അറ്റോമിക് റേഡിയസ് കുറയും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് കറക്റ്റ് ആണ് അല്ലെ? കാരണം എന്താ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടും. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്ന സമയത്ത് എപ്പോഴും സൈസ് കുറഞ്ഞു വരും അല്ലെ? അപ്പൊ ഭയങ്കര അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? സൈസ് കുറഞ്ഞു വരും. ഇനി അയണൈസേഷൻ എനർജിക്ക് എന്താ പറ്റുക? ഒന്ന് പറഞ്ഞാൽ തന്നെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് അയണൈസേഷൻ എനർജിക്ക് എന്ത് പറ്റും? അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു ഇലക്ട്രോണിനെ അതിന്റെ ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എനർജി, അതിനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് അല്ലെ? അതിനെന്താ പറ്റുന്നത്? അത് കൂടും. കാരണം എന്താ? കാരണം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ് ആയിരിക്കും. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ന്യൂക്ലിയസും ഇലക്ട്രോൺസ് ഒക്കെ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ അത്രത്തോളം എനർജി കൊടുത്താലേ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് അയണൈസേഷൻ എനർജി കൂടും. അതേസമയം മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന അനുസരിച്ചിട്ട് എന്ത് പറ്റും? അയണൈസേഷൻ എനർജി കുറവാണ്. കാരണം ന്യൂക്ലിയസും ഇങ്ങനെ ഷെൽസ് കൂടി വരുവാണല്ലോ. അപ്പം ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞു വരും. അപ്പം ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കുറച്ച് എനർജി നമ്മൾ കൊടുത്താൽ മതി അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന അനുസരിച്ചിട്ട് അയണൈസേഷൻ എനർജി കുറവാണ്. അതേസമയം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് അയണൈസേഷൻ എനർജി കൂടുതൽ വേണം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഇസ് ദി കറക്റ്റ് ഓർഡർ ഓഫ് ഡിക്രീസിംഗ് ഫ്രിക്ഷൻ? നോക്കിയിട്ട് പറഞ്ഞ ഏതാ കറക്റ്റ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ, അതിന് താഴെയാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, അതിന് താഴെയാണ് റോളിംഗ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഒബ്ജക്റ്റ് അല്ലെങ്കിൽ 2 ബോഡി കോൺടാക്റ്റിലായിരിക്കണം, അപ്പോഴാണ് ഈ ഫ്രിക്ഷൻ വരുന്നത് അല്ലെ? അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഫ്രിക്ഷൻ കൂടുതൽ, കാരണം അനങ്ങാതെ നിൽക്കുകയാണ്, സ്റ്റാറ്റിക് ആണ്. അതേസമയം സ്ലൈഡിംഗ് എന്ന് പറയുമ്പോഴെന്താ? ഈ സ്റ്റാറ്റിക്കിനേക്കാളും കുറച്ചും കൂടെ കുറവാണ്, അത് സ്ലൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അതിനേക്കാളും കുറവാണ് റോളിംഗ് അല്ലെ? കാരണം റോൾ എന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് വരുന്നില്ലല്ലോ, ഇതേപോലെ സ്ലൈഡിങ്ങിന്റെ അത്രയും ഒരു കോൺടാക്ട് വരുന്നില്ലല്ലോ റോളിങ്ങിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, രണ്ടാമത്തത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, മൂന്നാമത്തത് റോളിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷനിൽ ഓളും കൊടുക്കാൻ മറക്കണ്ട. നോട്ടിഫിക്കേഷനിൽ ഓൾ കൊടുത്താലായിരിക്കും നമ്മുടെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരിക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്, ബൈ.